ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു മത്തങ്ങ കറിയുടെ റെസിപ്പിയായിട്ട് പറയുന്നത്. മത്തങ്ങ എരിശ്ശേരി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ വെക്കുന്നൊരു മത്തങ്ങ കറി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട്, ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അതിൻ്റെ അകത്തേക്ക് 1/4 കിലോ മത്തങ്ങ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു സവോള, ഒരു 2 പച്ചമുളക്, അത്യാവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ മുളക് പൊടി, ഇത്രയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക്, അതായത് മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി, തേങ്ങ, ചെറിയുള്ളി, വേണം പച്ചമുളക്, ഇത്രയും വീണ്ടും അരച്ചെടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് അരച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ മത്തങ്ങ വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ വെള്ളപ്പയറെന്നോ അല്ലെങ്കിൽ വൻപയറെന്നൊക്കെ പറയുന്ന ആ പയർ വേവിച്ചത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം കടുക് പൊട്ടിച്ച്, ഉണക്കമുളകും കൂടി ഇടാം കേട്ടോ. ഉണക്കമുളക് ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഉലുവയും കുറച്ച് കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ മൂപ്പിച്ച് ഈ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഈ സാധനങ്ങൾ, ഈ മത്തങ്ങയും ബാക്കി പയറും എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ നമ്മുടെ അരപ്പ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ഒഴിച്ച് സെറ്റാക്കുക. അത്രേ ഉള്ളൂ. എൻ്റെ സിമ്പിളായിട്ടുള്ള മത്തങ്ങ കറി റെഡി. നല്ല ടേസ്റ്റായിരുന്ന മത്തങ്ങ കറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും നല്ല കറിയായിരുന്നു. ഇതിന് മത്തങ്ങ എരിശ്ശേരിയെന്നോ അല്ലെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. എരിശ്ശേരി ഇങ്ങനെയല്ല വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. എങ്കിലും ഞാൻ ജീരകം ഇട്ടിട്ടില്ല. എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ജീരകം ഇട്ടില്ല. നിങ്ങൾക്ക് ജീരകം കൂടി ഇട്ട് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം.